മൃദുഭാവേ ദൃഢകൃത്യ എന്നാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൃദുവായ പെരുമാറ്റം, ദൃഢമായ കർമ്മങ്ങൾ. കേരള പോലീസിന്റെ വളരെ മൃദുവായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിലാണ്. കസ്റ്റഡിയിലെടുത്ത തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് 2 മക്കളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തിയ ഗർഭിണിയായ യുവതിയുടെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും അവരുടെ കരണത്തടിക്കുകയും ചെയ്തിരിക്കുകയാണ് പോലീസ്. 1 വർഷക്കാലത്തോളം അവർ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹം അറിഞ്ഞിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് നരനായാട്ടിന് വിധേയമാക്കിയതിന്റെ ദൃശ്യങ്ങൾ അയാൾ 2.5 കൊല്ലക്കാലത്തോളം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പുറത്തേക്ക് വന്നത് ഈ 2025-ലാണ്. തൃശൂർ ജില്ലയിലെ തന്നെ പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു ഹോട്ടൽ ഉടമസ്ഥനെയും അയാളുടെ മകനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ 2 കൊല്ലത്തോളം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തേക്ക് വന്നതും ഈ 2025 തന്നെയാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടെയുണ്ടായ ചെറിയ അസ്വാരസ്യങ്ങൾക്കൊടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSU പ്രവർത്തകരെ അവരുടെ തലയിൽ കറുത്ത തുണി കൊണ്ട് മറച്ച് അവരുടെ കൈകളിൽ വിലങ്ങണിയിച്ച് കൊടും ഭീകരവാദികളെ പോലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുവന്നതും ഈ 2025 തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പൊതുജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട കേരള പോലീസ് മീശ വിറപ്പിക്കുന്ന ഇടിയൻ കുട്ടമ്പിള്ള പോലീസായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പൊതുജനം ആരോടാണ് സംരക്ഷണം ചോദിക്കേണ്ടത്?